So this, my friends, is a fully modified Thar. പഴയ താറാണ്, റോക്സ് അല്ല. ഇതിൽ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നമ്മളിതിൽ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഗ്രില്ല് ഒരു സ്പെഷ്യൽ ഡിസൈനിലുള്ളൊരു ഗ്രില്ലാണ്, ഒരു അഗ്രസീവ് ലുക്കാണ്. മോസ്റ്റ്ലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ LED ഹെഡ് ലാംപ്സ് ആണ്. അത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് LED വിത്ത് ഒരു DRL സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പേഴ്സ് നമ്മൾ റാംഗ്ലർ സ്റ്റൈലിലുള്ള ഒരു ബമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഈ സെയിം ഒരു ട്യൂണിൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാം, നോക്കിയാൽ അറിയാം, ഒരു പ്രൊജക്റ്റ് ഫോഗ് ലാമ്പ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ LED ആക്കി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്ന ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി സൈഡിൽ വരികയാണെങ്കിൽ നമ്മളൊരു 18 ഇഞ്ച് അലോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എ ടയർ. ഇതൊരു നമ്മുടെ ഫ്യൂവലിൻ്റെ ഒക്കെ ഡിസൈനിൽ വരുന്ന ഒരു അലോയിലാണ്. അപ്പോൾ ഇതാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ അറിയാം, ബിംബ്രയുടെ ഒരു റൂഫ് കാരിയറാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫങ്ഷണലായിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ആയിട്ടുള്ള ഒരു കാരിയറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എക്സ്റ്റീരിയറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാംപ്സ് ആണ്. അതുപോലെ തന്നെ RBLലും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് നമ്മുടെ ഈ വീലാർച്ച് നമ്മുടെ ബോഡി കളറിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ തന്നെ വണ്ടി ഒരു ഡുവൽ ടോൺ ലുക്കിലാണ് കിടക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു ലുക്കിൽ നല്ല രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്, നോക്കിയാൽ അറിയാം. അത് 4 വീലാർച്ച് നമ്മൾ വണ്ടിയുടെ ബോഡി കളറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഡുവൽ ടോൺ ഫിനിഷിലാണ് വണ്ടി കിടക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ള വർക്ക്. ഇനി ഇൻറ്റീരിയറിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, കാണാം. ഇതിൽ ഇൻറ്റീരിയറിൽ പറയാനാണെങ്കിൽ മെയിൻലി ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് കുറേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് ഇതൊരു കാസ്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. നോക്കുകയാണെങ്കിൽ ഇതൊരു 10.6 ഇഞ്ചസിൻ്റെ സ്ക്രീനാണ് വരുന്നത്. സൂപ്പർ റിയാക്റ്റീവാണ്. അത്രയും സ്പീഡായിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻ്റ് ആണ് ഇത്. ഈവൻ ആപ്പിൾ കാർപ്ലേ വരെ ഇതിൽ ഫങ്ഷനിലാണ്, സപ്പോർട്ടീവാണ്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഇതൊരു 8 GB റാമോട് കൂടിയിട്ടുള്ള 128 GB ഇൻറ്റർണൽ മെമ്മറി ഉള്ള ഒരു ഇൻഫോർടൈൻമെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സ്ക്രീനുകളിൽ സാധാരണ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു 1.2 അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡൊക്കെ കോൾ ഡിലേ വരും, സൗണ്ടിൻ്റെ ഡിലേ വരാറുണ്ട്. ഇതിലതില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു AC വെൻറ്റ് വിത്ത് ആംബിയൻ ലൈറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 ആംബിയൻ ലൈറ്റാണ് അതിൽ വരുന്നത്. അതുപോലെ സീറ്റ് ഓവർ നമ്മൾ വെൽഫിറ്റിൻ്റെ വെച്ചിട്ടുണ്ട്. അതുപോലെ നോക്കിയാൽ പില്ലർ സ്പീക്കേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്, ക്വാളിറ്റിയും അടിപൊളിയാണ്. അതുപോലെ തന്നെ പ്രോമാൻ്റെ ഒരു ഗ്രാബ് ഹാൻഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് കൊടുത്ത് നമുക്ക് കാറിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷണലായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ തന്നെയാണ് അത്. ഇതൊക്കെയാണ് നമ്മൾ അത്യാവശ്യം ഇന്ത്യയിൽ. പിന്നെ മാറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംറസ്റ്റ് വരാനുണ്ട്, ആക്ച്വലി പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ. അതുപോലെ സ്റ്റിയറിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പണിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് അതുപോലെ സൈഡ് നമ്മൾ കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 30% ആണ്, സൈഡ് 50 ആണ്. അതിന് സൈഡിൽ നിന്ന് കുറച്ചുകൂടി കൂളിംഗ് ഉണ്ടാവും. ഫ്രണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് സെറ്റപ്പിലാണ് കിടക്കുക, പക്ഷേ ഉള്ളിലേക്ക് നല്ല ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വർക്കുകൾ അല്ലെങ്കിൽ ഇത് സംബന്ധമായ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.